നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ജൂൺ 18-ന് 9 ലക്ഷത്തോളം പേർ എഴുതിയ കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷയായ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. NTA നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത്. അന്വേഷണം CBI ഏൽപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. യുവാക്കളുടെ ഭാവി തകർക്കുകയാണെന്നും വീഴ്ചകൾക്ക് സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് NSUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തും. സ്പീക്കർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ വെള്ളിയാഴ്ചക്കകം അഭിപ്രായം അറിയിക്കണമെന്ന് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ട് BJP MP തന്നെ സ്പീക്കർ സ്ഥാനം വഹിക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. എന്നാൽ NDA മുഖമായിരിക്കണം സ്പീക്കർ പദവിയിൽ വേണ്ടതെന്ന നിലപാടാണ് TDP. ഘടകകക്ഷികൾക്ക് സ്പീക്കർ പദവി നൽകാൻ BJP തയ്യാറാകുന്നില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായേക്കും. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ കരുണാപുരത്തുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ 18 പേർ മരിച്ചു. 65 പേർ ചികിത്സയിലാണ്. പലരുടെയും നില അതീവ ഗുരുതരമാണ്. വ്യാജമദ്യം വിറ്റയാൾ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. തലശ്ശേരിയിൽ വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ച സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ബോംബ് നിർമ്മിക്കുന്നവരുടെ അബ്ബാണെന്നും ഇതൊക്കെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയുന്നവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കുമെന്നും ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും യുവതി പ്രതികരിച്ചു. ഞങ്ങൾക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ യുവതി താൻ തുറന്നു പറയുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണെന്നും സഹികെട്ടാണ് തുറന്നു പറയുന്നതെന്നും വ്യക്തമാക്കി. ഒരിക്കൽ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് കണ്ടെത്തിയപ്പോൾ പാർട്ടിക്കാർ വന്ന് ബോംബ് എടുത്തു മാറ്റിയെന്നും യുവതി വെളിപ്പെടുത്തി. കണ്ണൂർ DCC ഓഫീസിൽ നിന്ന് ബോംബ് കണ്ടെടുത്തുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തോട് സുധാകരന് റെക്കോർഡില്ലെന്നും കോൺഗ്രസുകാരൻ്റെ ബോംബേറിൽ ആരും മരിച്ചിട്ടില്ലെന്നും KPCC പ്രസിഡന്റ് സുധാകരൻ പ്രതികരിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയനെന്നും വെട്ടിക്കൊന്ന ആളെത്രയാണെന്ന് പറയാൻ ആണത്തമുണ്ടോ എന്നും സുധാകരൻ ചോദിച്ചു. CPMന്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ അക്രമത്തിലും കൊലപാതകത്തിലുമാണെന്നും CPMന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിന് മുമ്പിൽ ആളുകളെ വിറപ്പിച്ചു നിർത്തിയിട്ടാണെന്നും അതിൽ ആദ്യത്തെ ആയുധമാണ് ബോംബെന്നും സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ CPM സംഘർഷത്തിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിലും തെരഞ്ഞെടുപ്പ് സമയത്തിൽ പാനൂരിൽ CPM പ്രവർത്തകൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും സമഗ്രമായി അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തലശ്ശേരിയിൽ വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് MP ജയരാജൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള പ്രദേശത്താണ് സ്ഫോടനമുണ്ടായതെന്നും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലും നേരത്തെ സ്ഫോടനമുണ്ടായിട്ടുണ്ടെന്നും MP ജയരാജൻ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ CPMനെ കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്ന് ജയരാജൻ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനേ സഹായിക്കുള്ളൂവെന്നും അഭിപ്രായപ്പെട്ടു. തലശ്ശേരിയിൽ വൃദ്ധൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി സുധാകരൻ. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ എന്നാണ് സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ചെറുപ്പക്കാരാണ് മരിച്ചതെന്ന് പറഞ്ഞ സുധാകരൻ സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ CPM കൊന്നു എന്നും ചോദിച്ചു. ബോംബ് ഇനിയും പൊട്ടാനുണ്ടെന്നും എന്നിട്ട് ബാക്കി പറയാമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM സംസ്ഥാന സമിതി രൂക്ഷ വിമർശനമെന്ന് റിപ്പോർട്ട്. വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമായെന്നാണ് റിപ്പോർട്ടുകൾ. LDF കൺവീനർ EP ജയരാജന്റെ ദല്ലാൽ ബന്ധത്തിനെതിരെയും മേയർ സച്ചിൻ ദേവ് വിവാദത്തിനെതിരെയും കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ജനവിശ്വാസം തിരിച്ചു പിടിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകണമെന്നും സംസ്ഥാന സമിതിയിൽ അഭിപ്രായമുയർന്നെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൊച്ചി നഗരത്തിലെ സൂചനാ ബോർഡുകളും പൊതുസ്ഥലങ്ങളും വികൃതമാക്കുന്ന ഗ്രാഫിറ്റികൾക്ക് പിന്നിൽ ആരെന്നതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മരട് നഗരസഭാ സെക്രട്ടറി പരാതി നൽകിയതിന് പിന്നാലെ മരട് പോലീസ് അന്വേഷണം തുടങ്ങി. നഗര നിരത്തുകളിൽ പ്രത്യക്ഷപ്പെട്ട ഗ്രാഫിറ്റി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത ചില ഇൻസ്റ്റഗ്രാം പേജുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ട മേഖലകളിലെ CCTVകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം. മതിയായ തെളിവുകൾ ലഭിച്ചാൽ കേസെടുക്കുമെന്നും മരട് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ ശനിയാഴ്ചയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫീസറെ മൂന്നാർ ഭൂമി കേസിൽ അടിയന്തരമായി നിയമിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസറെന്നും പോലീസും റവന്യൂ വകുപ്പും ആവശ്യമായ പിന്തുണ നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വ്യാജ പട്ടയങ്ങൾ നൽകിയതും റവന്യൂ രേഖകൾ കൃത്രിമം നടത്തിയതും സ്പെഷ്യൽ ഓഫീസർ പരിശോധിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു.
CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും CPM മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധിക്കാരം പരാജയത്തിന് കാരണമായെന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനകീയ മുഖം നഷ്ടമായെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി ജനങ്ങളെ അകറ്റുന്നുവെന്നും CPI വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ ധനവകുപ്പ് കാരണമായെന്നും വിമർശനം ഉയർന്നു. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി വികസനം, ദേവസ്വം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു. ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. രാധാകൃഷ്ണന്റെ രാജി ഗവർണർ അംഗീകരിച്ചു. ലോക്സഭാ MP ആയി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ചത്. ജീവാനന്ദം പദ്ധതി നടപ്പാക്കാൻ ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഢശ്രമം അനുവദിക്കുകയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവാനന്ദം എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കം നിലവിലുള്ള ശമ്പളവും പെൻഷനും കവർന്നെടുക്കാനുള്ള ഗൂഢശ്രമമാണെന്നും ഈ പദ്ധതിക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KSRTC ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുതെന്നും ബസ് വഴിയിൽ തടയരുതെന്നും അഭ്യർത്ഥിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പരാതിയുണ്ടെങ്കിൽ KSRTC മാനേജ്മെന്റിനെ അറിയിക്കാമെന്ന് KSRTCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ വീഡിയോ വഴിയാണ് ഗണേഷ് കുമാറിന്റെ അഭ്യർത്ഥന. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവിൻ്റെ അമ്മ മല്ലിയെ ഭീഷണിപ്പെടുത്തിയ കേസ് പരിഗണിക്കുന്നത് മാറ്റി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന മല്ലിയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ഓഗസ്റ്റ് 29 മാറ്റിയത്. മല്ലിയുടെ അപേക്ഷയും മണ്ണാർക്കാട് SC/ST കോടതി ഫയലിൽ സ്വീകരിച്ചു. മലപ്പുറം വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 278 ഉയർന്നു. മഞ്ഞപ്പിത്തം കൂടുതൽ ആളുകളിലേക്ക് പകരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് നോഡൽ ഓഫീസറെ നിയമിച്ചു. വള്ളിക്കുന്ന്, മുന്നിയൂർ, തേഞ്ഞിപ്പാലം പഞ്ചായത്തുകളിലെ മഞ്ഞപ്പിത്തം കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ചേലമ്പ്ര പഞ്ചായത്തിലേക്ക് കൂടി വ്യാപിച്ചു. ടാങ്കറിൽ എത്തിച്ച കുടിവെള്ളത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്തം ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. വീടുകൾ കയറിയിറങ്ങി ബോധവൽക്കരണം ഊർജിതപ്പെടുത്താൻ വള്ളിക്കുന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.